ഈസി കുക്ക് സ്വാദ് ബ്രോട്ട് യു ബൈ ഈസി കുക്ക്. ഈസി കുക്ക്, അടുക്കളയ്ക്ക് അലങ്കാരവും നിങ്ങൾക്ക് അഭിമാനവും. ഈസി കുക്ക്. ജയ്ഹിന്ദിന്റെ എല്ലാ കൊറിയന്മാരായ പ്രേക്ഷകർക്കും സ്വാദിലേക്ക് സ്വാഗതം. സ്വാദ് കുറച്ചുനാൾ മലബാറിന്റെ രുചിയുടെ നീരാളിപ്പിടുത്തത്തിലായിരുന്നു. കാലിക്കറ്റ്, കണ്ണൂർ, അങ്ങനെ അവിടുത്തെ വളരെ രുചികരമായ വിഭവങ്ങളായിരുന്നു നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാദ് കോടീശ്വരനായ ശ്രീപത്മനാഭന്റെ നാട്ടിൽ, അതായത് അനന്തപുരിയിൽ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഇപ്പൊ വേണം കേട്ടോ, അദ്ദേഹം ഇപ്പൊ കോടീശ്വരനല്ലേ. അപ്പോ ഇന്ന് തിരുവനന്തപുരത്ത് സ്വാദ് അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ മറന്നുപോകുന്ന, അതായത് നമ്മൾ വെറുതെ കളയുന്ന ഒരു വിഭവമല്ല, ഒരു മെറ്റീരിയൽ കൊണ്ടാണ്. അത് നമ്മൾ ശ്രദ്ധിക്കാറേയില്ല. ഇത് നമ്മൾ കണ്ടാൽ തന്നെ എടുത്ത് മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ ചവറിലിടുകയോ ചെയ്യും. പക്ഷെ ഇന്ന് അതുകൊണ്ട് വളരെ നല്ല രണ്ട് വിഭവങ്ങൾ നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കുക്കായ ചിത്ര ശ്രീകുമാർ ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ചിത്ര ചേച്ചിയും കുടുംബവും നമ്മളെ കാത്ത ഇവിടെ ഈ വീട്ടിനുള്ളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ റയർ ആയിട്ടുള്ള ഡിഷ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തിക്കാൻ പോവുകയാണ്. പേനയും പേപ്പറും എല്ലാം എടുത്ത് റെഡി ആയിട്ടിരുന്നോളൂ. വളരെ നല്ലൊരു ഡിഷ് ആയിരിക്കും, ടേസ്റ്റി ആയിരിക്കും, പ്രോട്ടീൻ റിച്ച് ആയിരിക്കും, അതുപോലെ റയറും ആയിരിക്കും. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ തിരുവനന്തപുരത്ത് കച്ചച്ചക്കോണം എന്ന് പറഞ്ഞാൽ പഴയ പേരാട്ടോ, ഇപ്പോ കേശവദാസപുരത്തുള്ള ചിത്ര ശ്രീകുമാർ ആന്റിയുടെ വീട്ടിലിരിക്കുകയാണ്. ശ്രീകുമാർ അങ്കിളാണ് നമ്മളിവിടെ വെൽക്കം ചെയ്യാനായിട്ടുള്ളത്. മക്കളായ ജിഷ്ണു, ഇദ്ദേഹത്തിന്റെ പേര് ശ്രീജിത്ത്, എല്ലാവരും ഉണ്ട്. പിന്നെ ഒരു കൊച്ചാളുകൂടെ ഉണ്ട്. ഇന്ന് ഈ ആന്റിയാണ് ഞാൻ പറഞ്ഞ മറ്റേ നമ്മൾ കളയുന്ന ആ സാധനം വെച്ച് എന്തൊക്കെയോ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും കണ്ട മാത്രയിൽ എനിക്ക് തോന്നുന്നു വളരെ സുന്ദരിയായിട്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി നല്ലൊരു ഐറ്റം പ്രസന്റ് ചെയ്യാൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നല്ലൊരു വിഭവം കിട്ടുന്നുള്ള പ്രതീക്ഷയോട് ഈ പടികൾ ചവിട്ടാം. കം വിത്ത് മീ. എല്ലാ കൊറിയന്മാർക്കും സ്വാദിന്റെ അരങ്ങിലേക്ക് സ്വാഗതം. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. സർവകലാ വല്ലഭയായ ചിത്ര ശ്രീകുമാറാണ് ഇന്ന് നമുക്ക് വേണ്ടി വളരെ 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 രസകരവും റയറുമായിട്ടുള്ള ഒരു ഡിഷ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെ? അതെ. അപ്പൊ നാടകത്തിന്റെ പേരൊന്ന് പറഞ്ഞേ. ചില്ലി ഗാർലിക് പൊങ്ങ് എന്നാണ് ഈ വിഭവത്തിന്റെ പേര്. ചില്ലി ഗാർലിക് പൊങ്ങ്. ഈ പൊങ്ങെന്ന് പറയുന്ന സംഭവം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉടനീളം പൊങ്ങുന്ന തന്നെ ആയിരിക്കും അതിനെ പറയുന്നത്, അല്ലെ? കാര്യം മലയാള ഭാഷയിൽ ആവശ്യത്തിൽ കൂടുതൽ പ്രാവീണ്യമുള്ള ഒരാളാണ് എന്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ സത്യം തന്നെയാണ്. പൊങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബോൾ പോലിരിക്കുന്ന സാധനമാണ്. ഇത് എന്താണ് സംഭവം എന്ന് ആന്റി പറഞ്ഞു തരുന്നത്? എന്താ ചേച്ചി? കിളിർത്ത് വരുന്ന തേങ്ങയുടെ അകത്ത് നിറഞ്ഞിരിക്കുന്ന വളരെ കൗതുകമുള്ള കാര്യമാണ്. കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറും. അപ്പൊ ഇത് അധികം ആരും ഡിഷായിട്ട് വിഭവമാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനിതില് 1-2 പരീക്ഷണങ്ങൾ നടത്തി. വളരെ സ്വാദിഷ്ടമായിട്ട് തോന്നി. അത് ശരി. അപ്പം ഈ സംഭവമാണ് പൊങ്ങ് കേട്ടോ. കുട്ടികൾക്കെല്ലാം കണ്ടാൽ വളരെ വിചിത്രവും രസകരവുമായിട്ടൊക്കെ തോന്നുന്നു. പണ്ട് കുട്ടിക്കാലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്, ഇപ്പോഴും കണ്ടുവരാറുണ്ട്. പക്ഷെ ഇത് വെച്ചൊരു ഡിഷിനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു സാധ്യത കണ്ടുപിടിച്ച ചേച്ചിയാണ്. അതുപോലെ ഇത് വെച്ച് വേറെ ഒരു സംഭവം കൂടെ നമ്മൾ ഈ എപ്പിസോഡിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ പൊങ്ങെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന പോലെ ടേസ്റ്റ് പോലെ തന്നെ ഒരുപാട് പോഷക സമൃദ്ധമാണെന്നാണ്, അല്ലെ? പോഷക സമൃദ്ധമാണെന്നാണ് ചേച്ചിയുടെ അനുഭവ സാക്ഷ്യം. എന്തായാലും പൊങ്ങ് കൊണ്ടുള്ള ഒരു വെറൈറ്റി ഡിഷായ ചില്ലി ഗാർലിക് പൊങ്ങ്, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് ചെറിയൊരു ചൈനീസ് ചായ ഉണ്ട്, അല്ലെ? ചെറിയൊരു ചൈനീസ് ചായ. പക്ഷെ ഇത് ചൈനക്കാർ കണ്ടുപിടിച്ചൊന്നുമല്ല, സ്വന്തം ഗവേഷണത്തിലൂടെയും മെനക്കിടയിലൂടെയും ചേച്ചി കണ്ടുപിടിച്ച തന്നെയാണ്. അപ്പൊ അതിന്റെ ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. എന്തൊക്കെയാണ് പറഞ്ഞു? പ്രധാന ഘടകം പൊങ്ങ് തന്നെയാണ്. 2 കപ്പ് പൊങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ്, അതായത് ഈ ബൗളിലുള്ള ബൗളിലല്ല, ഒരു 2-3 എണ്ണം, 2-3 തേങ്ങ വലിയത്, അത് കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട്. അതപ്പോ എത്ര പേർക്ക് കണക്കായിട്ടാണ് എടുക്കുന്നത്? 2-3 പൊങ്ങ് എടുത്തു കഴിഞ്ഞാല് 4-5 പേർക്ക് എന്നെ പോലെ കഴിക്കുന്നത് പോലെ ഇരിക്കും. അപ്പൊ ഒരു 3 തേങ്ങയുടെ പൊങ്ങ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരുപാട് ചെറുതാക്കിയിട്ടില്ല. ഇത് അവസാനം വരുമ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കും. അത് ഷേപ്പിൽ വ്യത്യാസം വരും. കുറച്ച് ശൃംഖല ജലാംശം നഷ്ടപ്പെടുമ്പോഴല്ലേ അതിന്റെ ടേസ്റ്റ് ഒക്കെ അതുപോലെ കാണും. കാര്യം ഈ
പൊങ്ങിന് ചെറിയ മധുരം ഉണ്ടാവും. പിന്നെ മസാലയൊക്കെ ചേർക്കുമ്പോ ചെറിയൊരു മധുരം, അതാണ് അതിന്റെ രസം കേട്ടോ. ഒരെണ്ണം കഴിച്ചു പോയാൽ ബാക്കി കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ മധുരം അവസാനവും കാണുമെന്നാണ് ശരി പറയുന്നത്. ബാക്കി എന്തൊക്കെയാ വേണ്ടേ? ബാക്കി അത്യാവശ്യം വേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സവാള ചെറുതായിട്ട് അരിഞ്ഞത്, സവാള നന്നായിട്ട് കുത്തി അരിഞ്ഞത്, പിന്നെ 2 ടൊമാറ്റോ എടുക്കും. അതുപോലെ തന്നെ ഇഞ്ചി, അത് നന്നായിട്ട് കൊത്തി അരിഞ്ഞതാണ്. ഇഞ്ചി നന്നായിട്ട് കൊത്തി അരിഞ്ഞത്. ഗാർലിക് വട്ടത്തിൽ അരിഞ്ഞതാണ്. ചില്ലി ഉണ്ട്, ഗാർലിക് ഉണ്ട് അല്ലെ ടീച്ചർ? പിന്നെ മല്ലിയില, പുതിനയില, കറിവേപ്പില. ഇലകൾ എന്ന് പറഞ്ഞാൽ മല്ലി, പുതിന, കറിവേപ്പിലയാണ്. സോയാ സോസ്, വെജിറ്റബിൾ മസാല, പിന്നെ എണ്ണ, ഉപ്പ്, വെള്ളം എത്രയും ആവശ്യത്തിന്. അപ്പൊ എന്തായാലും നമ്മുടെ ചില്ലി ഗാർലിക് പൊങ്ങിന്റെ പരിപാടികളിലേക്ക്, അതായത് അതിന്റെ കുക്കിങ്ങിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. പൊങ്ങ് എന്ന് പറയുന്ന തേങ്ങയും, അതായത് കിളുത്ത് വരുന്ന തേങ്ങയിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ്. 3 പൊങ്ങാണ് ഇപ്പൊ എടുത്തേക്കുന്നത്. 3 പൊങ്ങ് എടുത്താൽ ഏകദേശം ഒരു 4 പേരെ വരെ ഊട്ടാനുള്ള കറി കിട്ടുമെന്നാണ് ചേച്ചി പറയുന്നത്. ഡ്രൈ ഡിഷ് ആണോ അതോ ഗ്രേവി ഉള്ളതാണോ? കുറച്ച് ഗ്രേവിയുമല്ല, കുഴമ്പ് രൂപത്തിലുള്ള ബിരിയാണി ഒക്കെ കഴിക്കാനായിട്ട് സൈഡ് ഡിഷ്. അപ്പൊ ബിരിയാണി ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിരിയാണിയുടെ കൂടെ ബെസ്റ്റ് ഒരു സൈഡ് ഡിഷ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ പരിപാടികൾ തുടങ്ങാൻ ചേച്ചി. അടുപ്പ് കത്തിക്കാം. അങ്ങനെ അടുപ്പ് കത്തിച്ചിരിക്കുകയാണ്. ചില്ലി ഗാർലിക് പൊങ്ങിനുള്ള അടുപ്പ് നമ്മൾ കത്തിച്ചു. പാത്രവും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു നോൺ സ്റ്റിക് സാധനം ഉണ്ടെങ്കിൽ ചെയ്യുന്ന പരിപാടികളൊക്കെ എണ്ണയൊക്കെ കുറച്ചല്ലേ അല്ലേ ടീച്ചറെ? ടീച്ചറെ അഭിസംബോധന ചെയ്യുമ്പോൾ കുറച്ചുകൂടെ രസം തോന്നാറുണ്ട്. കാര്യം കുട്ടികളെല്ലാം സ്ഥിരം അങ്ങനെയല്ല അഭിസംബോധന ചെയ്യുന്നത്. എത്ര നാളായിട്ടുണ്ട് അധ്യാപക വൃത്തിയില്? ഞാൻ 90 തൊട്ട് ഈ കോളേജിൽ 21 ഏത് കോളേജിൽ അത് പറഞ്ഞില്ല? പെരുന്താന്നിയിലെ NSS ആർട്സ് കോളേജ് ഫോർ വിമൻ. അപ്പൊ തൊട്ടടുത്താണല്ലോ കോടീശ്വരനായ ശ്രീപത്മനാഭൻ അല്ലേ? ഇതില് നമ്മള് കുറച്ച് ഇതിന്റെ ഇടയ്ക്ക് ടീച്ചർ ഒരു പരിപാടി ഒപ്പിച്ചു കേട്ടോ. പാത്രം ചൂടായപ്പോഴത്തേക്ക് നമ്മള് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലാണ് ആവശ്യത്തിന്, നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ കഴിവതും കുറച്ച് ഉപയോഗിച്ചാൽ അത്രയും നന്ന. ഇതിലിപ്പോ കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടും, കുറച്ച് എന്നിഷ് ആയിരിക്കും. കുറച്ച് എണ്ണ അധികമായാലേ ടേസ്റ്റ് കാണുള്ളൂ എന്ന് പറയുന്നു. നല്ല ഓയിലൊക്കെ യൂസ് ചെയ്യാം. ഒലീവ് ഓയിലുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇല്ലേ ഇപ്പൊ. സവാള നമ്മള് ഏകദേശം എടുത്തിട്ടുള്ളത് 3 കപ്പല്ലേ? അല്ല 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് അരിഞ്ഞേക്കുന്ന രീതിയും പറഞ്ഞു, തീരെ ചെറുതായിട്ടല്ല, നീളത്തിൽ അരിഞ്ഞേക്കുന്നത്. അപ്പൊ സവാള അരിഞ്ഞേക്കുന്നത് ഇത് ഗോൾഡൻ ബ്രൗൺ കളർ പരിപാടി. ഗോൾഡൻ ബ്രൗൺ ആവണമെന്നില്ല, നന്നായിട്ടൊന്ന് തക്കാളിയും കൂടി ഇട്ട് നന്നായി അധികം, അതായത് ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ചേരുവയായ ടൊമാറ്റോ അതിലേക്ക് ഇടും. അത് അതുപോലെ തന്നെ ഈ തക്കാളിയുടെയും സവാളയുടെയും റേഷ്യോ പറഞ്ഞു. സവാള 1 കപ്പാണ് എടുക്കുന്നെങ്കിൽ ഇത് 1/4 കപ്പ്. ഇനി അപ്പൊ ഇത് ഒന്ന് വാടി വരുന്നവരെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഇട്ടേക്കുന്ന ആഭരണങ്ങളെല്ലാം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ അധ്യാപികയാണ്. അതുപോലെ കഥാസമാഹാരം, പല വിവിധ പരിപാടികളുണ്ട് കേട്ടോ. ഇല്ലാതെ പിന്നെ ഇപ്പൊ കുക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇനി പ്ലെയിൻ എടുത്ത് കൈ കൊടുത്ത് അതും പറപ്പിക്കുമെന്ന് പറഞ്ഞ് റെഡിയായിട്ട് നിൽക്കുന്ന ആളാണ് ചിത്ര ചേച്ചി. അപ്പൊ എന്തായാലും ഒരു കവിത, അതായത് എളുപ്പം ഇവിടെ വന്നിട്ട് അപ്പൊ എനിക്ക് ഇവിടെ പബ്ലിഷ് ചെയ്ത കവിതകളിൽ ഒരെണ്ണം എന്റെ മനസ്സിൽ എളുപ്പം വന്നു കേട്ടോ. കാര്യം നമ്മുടെയൊക്കെ കുട്ടികൾക്കുള്ള കവിതയിൽ ഒരെണ്ണമാണ്. അതായത് എങ്ങനെയാണ് ആ തുടങ്ങുന്നത്? കണ്ണന് സ്കൂളിൽ പോയിടാൻ അണ്ണൻ നൽകി ഒരു സൈക്കിൾ, ക്ലിം 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 മണിയടിക്കാം, പോം 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 ഹോൺ അടിക്കാം, കാലുകൾ വട്ടം ചവിട്ടിയിടിൽ സൈക്കിൾ നീളെ പാഞ്ഞിടും. കയ്യടി ഒന്നുകൂടെ. കാര്യം അത്ര ലളിതമായ വരികളാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മനസ്സിലങ്ങ് പതിഞ്ഞെടുക്കുക. അപ്പൊ കുട്ടികൾക്കുള്ള കവിതകൾ, മഞ്ചാടി മണികൾ എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരം കുട്ടികൾക്കുള്ളത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തുഞ്ചൻ.com, ഇത് കുറച്ച് ഹൈ ലെവൽ സാധനമാണ് കേട്ടോ. തുഞ്ചൻ.com എന്ന് പറയുന്ന പരിപാടി ഇത് കുറച്ചുകൂടെ വലിയ, അതിലും വളരെ രസകരമായ കുറെ കവിതകളും വരികളൊക്കെ ഞാൻ കണ്ടു കേട്ടോ, എളുപ്പം നോക്കിയപ്പോഴത്തേക്ക്. അപ്പൊ ഇത് വാരി കിട്ടിയെന്ന് തോന്നുന്നു. ഈ കത്തി വെച്ച സമയം ടൊമാറ്റോ ഇടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ 1 കപ്പ് സവോളയ്ക്ക് 1/4 കപ്പ് ടൊമാറ്റോ, അതാണ് റേഷ്യോ. ടൊമാറ്റോ 1/2 കപ്പ്, ഇതൊക്കെ 1/4 കപ്പ്. ടൊമാറ്റോ 1/2 കപ്പാണ് തുടക്കത്തിൽ നമ്മളപ്പോ നിങ്ങളെ ആദ്യം നമ്മൾ 1/2 കപ്പ് എന്ന് പറയും, ഇതൊക്കെ 1/4 കപ്പ്, ബാക്കിയുള്ളതൊക്കെ 1/4 കപ്പ്. അപ്പൊ ടൊമാറ്റോ 1/2 കപ്പാട്ടോ. 1ന് അര ടൊമാറ്റോ. 1 കപ്പ് സവോളയ്ക്ക് 1/2 കപ്പ് ടൊമാറ്റോ. അപ്പൊ ചെറുതായിട്ട് സവോള വാടിയപ്പോഴത്തേക്ക് ടൊമാറ്റോ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം ഭയങ്കര റയറാണ്. തെങ്ങിന്റെ പൊങ്ങ് കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ചില്ലി ഗാർലിക് പൊങ്ങ്. താമസിച്ച് ട്യൂൺ ചെയ്ത് വന്നവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണിത്. അപ്പൊ ഇനി അതിട്ട് ഇനി എന്താണ് പരിപാടി? ഇനി അതിൽ ഉപ്പിടണം, പാകത്തിന് ഉപ്പിടാം അല്ലേ?
ഇനി അതിലേക്ക് നമ്മൾ മസാലപ്പൊടി ഇടണം. 3 സ്പൂൺ വെജിറ്റബിൾ മസാലയാണ്. വെജിറ്റബിൾ മസാല 3 ഹീപ്ഡ് സ്പൂൺ ആണ് മൂന കൂട്ടി. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അളവ് കുറയ്ക്കാം. ഇതിലിപ്പോ മുളകൊന്നുമില്ല, വെജിറ്റബിൾ മസാല മാത്രം. അപ്പം ഇതിൽ എരിവിന്റെ റോള് പ്ലേ ചെയ്യുന്ന നമ്മളെ മുളക്, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നീളത്തിലരിഞ്ഞ്. അതുപോലെ തന്നെ ഈ മസാലയിലുള്ള അല്പമുള്ള എരി. അപ്പൊ മസാല 3 ഹീപ്ഡ് സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി കൊത്തിയത്. ഇത് എത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്? ഒരു ചെറിയ കഷ്ണം, ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് കൊത്തിയത് കേട്ടോ. അതിട്ട് കൊടുത്തു. അപ്പൊ പാചകം വളരെ വേഗത്തിൽ മുന്നേറുവാണ്. വാചകത്തിനെ കടത്തി വെട്ടിക്കൊണ്ട് പാചകം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി ഇട്ടതിന് പുറകെ ഒരുപാട് ഇടുന്നു. ഇത് ഇത്ര ഇതിപ്പോ ഞാൻ ഇതിലാണ് ഒരു ബൗളെന്ന് വെച്ചാൽ, അപ്പൊ ഇതില് ഹാഫാക്കി ഇതിപ്പോ 1/4 കപ്പ്. എന്നാൽ ഇത് എത്ര നമ്മൾ ഒരു വെളുത്തുള്ളി മുഴുവൻ, ഒരു തുട മുഴുവനായിട്ട് എടുക്കണം. ഉണ്ട് നമ്മൾ പറഞ്ഞു വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് അതൊക്കെയാണ് ഇഷ്ടം എന്നാ പറയുന്നത്, മുഴുവനെ ഇടുന്നതിനെക്കാട്ടി അല്ലേ. വെളുത്തുള്ളി ഇട്ടു. ഇനി നമ്മളുടെ ചില്ലി. അപ്പോ പേരിന് കാരണക്കാരായ 2 സാധനങ്ങൾ ഇതിലേക്ക് ചാടിക്കഴിഞ്ഞു. ഗാർലിക്കും ഇട്ടു, ചില്ലി ഇട്ടു, നീളത്തിലരിഞ്ഞ പച്ചമുളക്. അത് കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ എരിവില് എണ്ണം കുറയ്ക്കാം. മുതിർന്നവർക്കാണെങ്കിൽ അത് കൂട്ടിയിടാം. ഇതിപ്പോ കുട്ടികളുടെ മനസ്സുള്ള എനിക്കായതുകൊണ്ട് ഒരു ഇടപ്പരുവത്തിലിട്ടാൽ മതി. എന്തായാലും ഈ സംഭവം ഒന്ന് റെഡിയായി വരുന്നവരെ നമ്മളൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. പ്ലീസ് കവയത്രി ടീച്ചർ, വെള്ളം കൂടി ഒഴിച്ചോട്ടെ. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബ്രേക്കിലേക്ക് പോകാം അല്ലേ. അപ്പൊ അല്പം വെള്ളം ചേർത്തിട്ട് നമ്മളൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകേണ്ടതാ. വെള്ളം ഒഴിച്ചോളൂ. ആ വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ലൊരു ഷോർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞേ. ക്യാമറയെ നോക്കി പറഞ്ഞേ, പറയട്ടെ. ഷോർട്ട് ബ്രേക്ക്. ഈസി കുക്ക് സ്വാദ് brought to you by ഈസി കുക്ക്. ചരിത്രം വഴിമാറും. ചിലർ വരുമ്പോൾ ജയലക്ഷ്മി ഇനി തിരുവനന്തപുരത്തും. ജയലക്ഷ്മി, MG റോഡ്, തിരുവനന്തപുരം. വന്നടുക്കും പെൺപറന്നോളെ, സമ്മതമോ കന്മതമോ നിൻകട കണ്ണിൽ കണ്ടെടുത്തോ എനിക്കിനാവോ നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ നിൻ വിചാരം നീ, മനസമ്മതപ്പൂ നിൻകുതിപ്പൂ തമ്മിടുമ്പോൾ തുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം ഞാൻ. ITL World Travel Management Company Junior Idol brought to you by ITL World Travel Management Company. ITL Managing Expectations. ITL World Junior Idol വിജയികൾക്ക് 1ാം സമ്മാനം 10 ലക്ഷം രൂപയും 2ാം സമ്മാനം 5 ലക്ഷം രൂപയും 3ാം സമ്മാനം 3 ലക്ഷം രൂപയും നൽകുന്നത് കാമിലാരി. Healthier Happy Family. കാമിലാരി ഉപയോഗിക്കൂ. കരൾ സുരക്ഷിതമെങ്കിൽ ജീവിതം സുരക്ഷിതം. അപ്പൊ നമ്മുടെ ബ്രേക്കിന്റെ സമയം കൊണ്ട് ഇത് ഏകദേശം പാകമായി എന്നാണ്. ആയിട്ടുണ്ട്. ഇനി അതിലിടാൻ സാധനങ്ങളുണ്ട്. ഞാൻ ഈ സ്വാദ് ചെയ്യുമ്പോൾ തൊട്ട് ഞാൻ പറയാറുള്ളതാണ്, ഈ പ്രേക്ഷകർക്ക് ഈ മണവും കൂടെ എത്തിക്കാൻ പറ്റിയതാണ് കാര്യം. എങ്കിൽ ഈ പരിപാടി ഒരു ഭയങ്കര ഗംഭീര വിജയം കൂടെ ആയിരുന്നു കേട്ടോ. കാരണം ഈ മണത്തിലാണ് സംഭവം കംപ്ലീറ്റ്. ഇനി നമുക്ക് അതിലെ ഈ ഇലകളും മല്ലിയില, പുതിനയില, കറിവേപ്പില, പൊങ്ങ്, സോസ്. ഉദയൻ ഇപ്പോഴും പുറത്താണ്. പൊങ്ങാണ് താരം കേട്ടോ. പൊങ്ങ് ഇതുവരെ ചാടിയിട്ടില്ല അടുപ്പിലേക്ക്. അപ്പൊ ഇനിയിപ്പോ എല്ലാ ഇലകളും അതിലേക്ക്. ഈ കറി എന്തായാലും നല്ലതാണ്. കുറെ കറിവേപ്പിലയുണ്ട്, കുറെ പുതിനയിലയുണ്ട്, കുറെ മല്ലിയിലയുണ്ട്. അപ്പൊ വയറിന് വളരെ ഫ്രണ്ട്ലിയാണ്. ഈ വലിപ്പത്തില് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊങ്ങ് അതങ്ങ് ഇട്ട് കൊടുത്തു. ഈ പൊങ്ങ് സമയത്തെ പുറത്തെടുക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെ എടുത്ത് തിന്നു. വല്ലാത്തൊരു അട്രാക്ഷനാണ് ഈ പൊങ്ങ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. വീണ്ടും നന്നായിട്ട് തിളക്കണം. നമ്മൾ ബ്രേക്കിന് മുമ്പ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വറ്റി വന്നപ്പോഴാണ് വീണ്ടും ബാക്കിയുള്ള ഇലകളും പിന്നെ അതിന്റെ പുറകെ പൊങ്ങും ഇട്ട് കൊടുത്തത്. ഇനി അത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കണം. ഇത് എത്ര നേരം തിളയ്ക്കണം? ഏകദേശം
ഈ പൊങ്ങിലേക്ക് ആ മസാലയുടെ ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കണം. പൊങ്ങ് എന്ന് പറഞ്ഞാൽ പക്ഷെ നല്ലതാണ്, നല്ല സ്പോഞ്ച് പഠിക്കുന്നതെല്ലാം അബ്സോർബ് ചെയ്തോളൂ. നല്ല ജലാംശം നഷ്ടപ്പെട്ട് ഇതിലുള്ള മസാലയുടെ ആ ചാറൊക്കെ അതിലേക്ക് നല്ല അബ്സോർബ് ചെയ്യും. അപ്പൊ കഴിക്കുമ്പോൾ നല്ല ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് തിളച്ച് വരുന്നവരെ, അതായത് ഈ മസാലയൊക്കെ അതിലേക്ക് പിടിക്കുന്നവരെ കുറച്ച് സമയം നമ്മൾ നമ്മുടെ ചില്ലി ഗാർലിക് പൊങ്ങിന് കൊടുക്കണം. അങ്ങനെ ചില്ലി ഗാർലിക് പൊങ്ങ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. എന്നാലേ ആ മസാലയൊക്കെ അതിലേക്ക് പിടിക്കൂ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇത്രയും ചെയ്തൊന്ന് റീക്യാപ്പ് ചെയ്ത് പ്രേക്ഷകർക്ക് ഒന്നും കൂടെ എത്തിക്കാം. കാര്യം ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു വിഭവമാണ് അത്. അപ്പോ ടീച്ചർ തന്നെ അത് പറയട്ടെ, ടീച്ചർ തന്നെ സ്വന്തം പരീക്ഷണശാലയിൽ കണ്ടുപിടിച്ച സംഭവമാണ്. അപ്പൊ ടീച്ചർ തന്നെ അത് വളരെ നന്നായിട്ടൊന്ന് തുടക്കം തൊട്ടൊന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഒരു നോൺ സ്റ്റിക് പാനിൽ എണ്ണ ഒഴിച്ച് ആദ്യം സവാള വഴറ്റി, സവാള ചെറുതായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടു, ഉപ്പ് ഇട്ടു, എന്നിട്ട് കുറച്ച് മസാലപ്പൊടി ഇട്ടു, നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അതിൽ ചില്ലിയും ഗാർലിക്കും ജിഞ്ചറും ഇട്ടു. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിച്ചു. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് മല്ലിയില, പുതിനയില, കറിവേപ്പില, സോയാ സോസ്, 1 സ്പൂൺ സോയാ സോസ്, പിന്നെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് പൊങ്ങും കൂടിയിട്ട് നല്ലോണം തിളപ്പിച്ചു. അപ്പൊ പൊങ്ങിലേക്ക് ഈ കൂട്ട് പിടിക്കുന്നത് വരെ ചെയ്തു. കടവുലേ അപ്പ അപ്പൊ പരിപാടി തീർന്നു കേട്ടോ. നമ്മുടെ പൊങ്ങിന്റെ പരിപാടി തീർന്നിരിക്കുകയാണ്. ചില്ലി ഗാർലിക് പൊങ്ങ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ഡിഷ്. ഇതാണ് വളരെ കളർഫുൾ ആണ്. വേണമെങ്കിൽ കുറച്ചും കൂടെ കളർഫുൾ ആക്കാം, പക്ഷെ മുളക് പൊടി നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. വേണ്ട, വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്താൽ കുറച്ചും കൂടെ റെഡിഷ് കളർ വരില്ല. പക്ഷെ ഇതൊരു ന്യൂട്രൽ കളർ, ഒരു ബ്രൗണിഷ് കളറിൽ തന്നെയാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഇവനൊന്ന് ആറി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ഏറ്റവും മികച്ച കൂട്ടാളിയായ ടീച്ചർ പറയുന്നത് ബിരിയാണിയും കൂടെ ഇട്ട് ഒരു പിടി പിടിക്കാം. അതുവരെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. വി ആർ ഗോയിങ് ഫോർ എ ഷോർട്ട് കമേഴ്ഷ്യൽ ബ്രേക്ക്. ഈസി കുക്ക് സ്വാദ് ബ്രോട്ട് യു ബൈ ഈസി കുക്ക്. നിങ്ങളുടെ കാൽമുട്ടുകളിൽ പ്രയാസമുണ്ടോ? ഇതാ ജെലിക്സർ കോളജൻ പെൻ. ഇത് കാർട്ടിലേജിന് പുതുജീവൻ നൽകി കാൽമുട്ടുകളുടെ വഴക്കവും ചലനശേഷിയും മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു. ജെലിക്സർ കോളജൻ പെൻ. ഹർഷാരവങ്ങൾക്കും ആർപ്പുവിളികൾക്കുമിടയിൽ നിന്ന് ചമയങ്ങളില്ലാത്ത കഥാപാത്രങ്ങളായി ഇവർ നിങ്ങളുടെ മുന്നിലെത്തുന്നു. കാത്തിരിക്കുക നിങ്ങളുടെ ജയ്ഹിന്ദ് ടിവിയിൽ. സൂര്യകാന്തി. ഈസി കുക്ക് സ്വാദ് ബ്രോട്ട് യു ബൈ ഈസി കുക്ക്. അത് അപ്പോ ബ്രേക്കിന് ശേഷം നമ്മൾ വേണ്ട ഇത് പൊങ്ങ് തണുത്ത്, നമ്മുടെ ചില്ലി ഗാർലിക് പൊങ്ങ് തണുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പരുവായിട്ടുണ്ട്. നല്ല ചൂട്. അപ്പൊ കുറച്ച് എനിക്ക് അപ്പോ ടീച്ചർ ഉണ്ടാക്കിയ ബിരിയാണി ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ അറിയാതെ ചെറിയ കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു രക്ഷയില്ലാതെ ടേസ്റ്റ് ബിരിയാണി ചൂട് കേട്ടോ. അതായത് വെളുത്തിരുന്ന പൊങ്ങാണ്. ഇപ്പൊ എല്ലാ ടേസ്റ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോയാ സോസിന്റെ പുളി കാണും, ഇതിന്റെ തന്നെ പൊങ്ങിന്റെ തന്നെ ഒരു മധുരം കാണും, എരിവ് കാണും, അതായത് മസാലപ്പൊടിയുടെ എരിവ് കാണും, അതിന്റെ ഫ്ലേവർ കാണും, ഈ പച്ചമുളകിന്റെ എരിവ് കാണും. ഇതെല്ലാം ഇതിലുണ്ട് കേട്ടോ. ഉപ്പ് എല്ലാം പരുവത്തിനായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അല്പം ബിരിയാണിയോട് ചേർത്ത് വാ ഹുസൂർ വാ. എന്റെ ടീച്ചറല്ല, ടീച്ചർ ഹെഡ് മിസ്ട്രസ് ആവേണ്ടതാണ്. എനിക്ക് വയ്യ, ഉശിരൻ സാധനം കേട്ടോ ഈ പൊങ്ങെന്ന് പറഞ്ഞ ആൾ.
ഈയിടയ്ക്ക് കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഡിഷ് എന്ന് വേണമെങ്കിൽ ഇതിനൊരു തൊപ്പി കൊടുക്കാം, ആ ഒരു കിരീടം കൊടുക്കാം കേട്ടോ. എന്തൊക്കെ കേട്ടാലും വളരെ വിനയാന്യതയായിട്ട് എന്റെ അടുത്ത് നിൽക്കുകയാണ് ടീച്ചർ. അസാധ്യം. കിഡിലം കറിയാണ് കേട്ടോ, കിഡിലം കറിയാണ്. ബിരിയാണിയല്ല, ഏതിന്റെ കൂടെ വേണമെങ്കിലും, ബ്രെഡിന്റെ കൂടെയോ ദോശയുടെ കൂടെയോ അപ്പത്തിന്റെ കൂടെയോ നമ്മുടെ ചോറിന്റെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലും ഇവനെ കൂട്ടാം. അത്ര കിടിലുമാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ, വളരെ 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 പോഷക സമൃദ്ധമാണല്ലേ. നമുക്ക് വേണമെങ്കിൽ പറയാൻ തേങ്ങാ മുട്ടയാണെന്ന് പറയാം, തേങ്ങയുടെ മുട്ടയാണ്. ടീച്ചറിന്റെ അടുത്ത് അങ്ങനെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും നല്ലൊരു വിഭവം പ്രസന്റ് ചെയ്ത ടീച്ചറിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. നിങ്ങളെല്ലാം ഷുവർ സ്വാദിത ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന കേട്ടോ. ഇത് എന്തായാലും ട്രൈ ചെയ്യണം. കഴിച്ചോണ്ടിരുന്ന കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തായാലും ഈ പൊങ്ങിനെ നമ്മൾ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ പൊങ്ങുകൊണ്ട് തന്നെ ടീച്ചർ വേറൊരു സംഭവം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ തേങ്ങാ മുട്ട ഉണ്ട്, ശ്രീശാന്ത് വല്ലം കണ്ട പാൻറ്റിൽ ഒട്ടിട്ട് എടുത്ത് ബോൾ ചെയ്തളെ. അപ്പൊ ഇത് വെച്ച് ഒരു സംഭവം ടീച്ചർ കണ്ടുപിടിച്ചിട്ടുണ്ട്. തേങ്ങാ പൊങ്ങുകൊണ്ടുള്ള മിൽക്ക് ഷേക്ക് അല്ലെ, മിൽക്ക് ഷേക്കാണ്. അതും കൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചതിന് ശേഷം സ്വാദ് ഇന്നത്തേക്ക് വിടവാകുന്നുള്ളൂ. അപ്പൊ മിൽക്ക് ഷേക്കിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ തീർത്തു വയ്ക്കാം. ഓക്കെ, ഇന്ന് വെയിറ്റ് ചെയ്തോണേ. ഇതൊക്കെ ഒന്ന് നമ്മൾ മുമ്പിൽ എത്തിക്കുന്നുണ്ട്. നമ്മൾ അല്പം മുമ്പ് കണ്ട ചില്ലി ഗാർലിക് പൊങ്ങ്, അതിന്റെ രുചി അല്ലെങ്കിൽ അതിന്റെ എരിവ് വായിൽ നിന്ന് മാറുന്നതിന് മുമ്പ് തന്നെ തേങ്ങാ പൊങ്ങ് വെച്ചുള്ള അടുത്ത വിഭവം നിങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്തിക്കാൻ പോവാണ്, ടീച്ചർ ആന്റിയുടെ സഹായത്തോടു കൂടി. അപ്പോ പൊങ്ങിന്റെ നെറ്റ് അരിഞ്ഞു വെച്ച രൂപമാണ്. ഇതാണ് അതിന്റെ ഫുൾ രൂപം കേട്ടോ. ഇതാണ് തേങ്ങാമുട്ട. തേങ്ങാമുട്ട എന്നാണെങ്കിൽ നമുക്ക് കളിയാക്കി പറയാം. അത് ടീച്ചറിന്റെ കോളേജിൽ ആരും അങ്ങനെ പറയുകയും ചെയ്തല്ലേ. ഏതോ ഒരു കുട്ടി പറഞ്ഞു തേങ്ങയുടെ ടീച്ചറെ തേങ്ങാമുട്ടയാണോ. എനിക്ക് എങ്ങനെ തന്നെ പറയാം കേട്ടോ. ഇതിൽ നല്ല അത് ക്ലിപ്പ് വരുന്നത് അല്ലേ. ഇത് തേങ്ങയുടെ മുട്ട തന്നെയാണെന്ന് പറയാം. അപ്പൊ പൊങ്ങ് വെച്ചുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് അടുത്തായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ രണ്ടും ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. മറ്റേ നല്ല എരിവ് കൂട്ടി, നേരത്തെ മുഴുവൻ ഇതിവിടെ ചില്ലി ആഡ് ചെയ്തപ്പോഴത്തേക്ക് നല്ല എരിവായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മിൽക്ക് ഷേക്ക് കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ജോറായി. അപ്പൊ നമുക്ക് അതിന്റെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറയാം. വേണ്ടത് ഒരു തവി, ഒരു കത്തി, കേട്ടോ. മിക്സിയിലാണ് നമ്മൾ അടിച്ചെടുക്കാൻ പോകുന്നത്. പാല് കട്ടിക്ക് വേണം അല്ലെ, കട്ടയ്ക്ക്. ആവശ്യത്തിന് പഞ്ചസാര, പൊങ്ങ്, പാകത്തിന് വെള്ളം, വാനില എസൻസ്. വാനില എസൻസ് കൂടെ വേണം കേട്ടോ. അപ്പൊ ശരി, പരിപാടി തുടങ്ങാം. എന്താ ചെയ്യേണ്ടത്? വളരെ എളുപ്പമുള്ള ഒരു സംഭവം കേട്ടോ. 2 പൊങ്ങാണ് എടുക്കുന്നത്. 2 പൊങ്ങ് എടുക്കുക. ഏറ്റവും വലുതുമല്ല, ഇത് 2 എടുക്കുക. പൊങ്ങ് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ആ കിളുത്ത് വരുന്ന ഭാഗം അത് നമ്മൾ ഉപയോഗിക്കില്ല. മഞ്ഞ കളർ ഉണ്ടെങ്കിൽ അതും ചെത്തി ചെറുതായിട്ട് അങ്ങ് സ്ക്രൈപ്പ് ചെയ്ത് കളയണം കേട്ടോ. അതിന്റെ മഞ്ഞ കളർ, അതായത് ഇതിന്റെ പുറമേയുള്ള ആ തൊലി ചെറുതായിട്ട് അങ്ങ് നമ്മൾ പീൽ ചെയ്ത് കളഞ്ഞാൽ അത് നല്ലത്. അല്ലെങ്കിൽ അതൊക്കെ ഈ ടേസ്റ്റിനെ അഫക്ട് ചെയ്യും. അതിൽ 1 കപ്പ് പഞ്ചസാര. അത് നമ്മുടെ പാകത്തിന് പഞ്ചസാര, മനസ്സിന് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും പഞ്ചസാര ചേർക്കുക. എന്നിട്ട് പാല് കട്ട ആയിട്ട് വേണ്ടത്. ഷേക്കിന് ആദ്യം കട്ട പീസ് ഇടാം, ബാക്കി വെള്ളമായിട്ട് ഒഴിക്കാം. നമ്മൾ ഈ കടയിൽ ഷാർജ കട്ട ഇല്ലാത്തതുകൊണ്ട് ആദ്യം ഈ പൊങ്ങും പഞ്ചസാരയും കൂടി ഒന്ന് അടിച്ചിട്ട് പാല് ചേർത്ത് കഴിക്കാം. കാരണം അല്ലാത്തതുകൊണ്ട് കട്ടയാണെങ്കിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ചിലപ്പം മിക്സ് ചെയ്യുന്ന പോയാലോ. കുറച്ച് പാലും കൂടി ഒഴിക്കാം. അപ്പൊ ഇത് നമ്മൾ കുറച്ചു നേരം അടിച്ചു കഴിഞ്ഞു. പാല് കട്ടിയാണെങ്കിൽ നമ്മൾ ഇത്രയും മെനക്കെട്ടുണ്ടായില്ല. പാൽ കട്ടിയുടെ കൂടെ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് കാര്യം, വാനില എസൻസും പാകത്തിന് വെള്ളമല്ല. ഇതിപ്പോ നമ്മൾ അല്പം പാൽ ഒഴിച്ചു കൊടുത്തു. ഇതിപ്പം ഒന്ന് ശരിയായതിനു ശേഷം ബാക്കി എസൻസ് ഒക്കെ ചേർക്കുകയാണ്. എസൻസ് ഒക്കെ അല്പം മതി അല്ലേ ടീച്ചറെ? വാനില ആയതുകൊണ്ട് നല്ല മണം വരും. വാനിലയ്ക്ക് നല്ല മണം കിട്ടും. നല്ല മണമാണ്. അല്പം ഒരു ചെറിയ സ്പൂൺ. പാൽ കട്ടിയാണെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ അളവ് കുറച്ചും കൂടി വേണ്ടി വരും. കുറച്ച് മതി, വെള്ളമായി കഴിഞ്ഞല്ലോ. പറഞ്ഞ സത്യം, വാനില ഇപ്പൊ നല്ല മണം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എസൻസ് പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും അടിക്കാൻ പോവാണ്. കഥ കഴിഞ്ഞു. അങ്ങനെ തേങ്ങാ പൊങ്ങ മിൽക്ക് ഷേക്ക് റെഡിയായി കഴിഞ്ഞു.
അപ്പോ തേങ്ങാ പൊങ്ങ് മിൽക്ക് ഷേക്ക് ആണ് അടുത്തത്. തേങ്ങയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ടല്ലേ, അത് ഈ കരിക്കിന്റെ ചെറിയൊരു ചുവ അത് നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ. വളരെ നല്ലൊരു മിൽക്ക് ഷേക്ക് കേട്ടോ, വളരെ നല്ലൊരു മിൽക്ക് ഷേക്കാണ് കിട്ടിയത്. അതൊന്ന് മുഴുവൻ കുടിക്കാത്ത ഒരു മടി ഇതിന്റെ മുമ്പിൽ വെച്ച് കുടിക്കാതെ ഒരു മടിയും വേണ്ട. ആഹാ. അപ്പോ ഇന്ന് വളരെ നല്ല 2 ഡിഷസ് പ്രസന്റ് ചെയ്ത ടീച്ചർ ആന്റിക്ക് അല്ലെങ്കിൽ ചിത്ര ശ്രീകുമാർ ആന്റിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്വാദിന്റെ രുചി തേടിയുള്ള യാത്ര തൽക്കാലം ഇവിടെ തിരശ്ശീലയിടുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ എന്നെ കുറിച്ചുള്ള കുറ്റങ്ങളും എല്ലാം എഴുതി അറിയിക്കാൻ ഒരു അഡ്രസ് തരാം. ടു ദ പ്രൊഡ്യൂസർ സ്വാദ്, ജയ്ഹിന്ദ് TV, കരിമൽ ആർക്കേഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം ആൻഡ് swad@jayhindtv.in. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് നല്ലൊരു ഗുഡ് ബൈ പറഞ്ഞ ടീച്ചറെ. ഗുഡ് ബൈ. ബൈ. Costume courtesy. Status Safalim Complex, Palayam, Trivandrum. ഈസി കുക്ക് സ്വാദ് ബ്രോട്ട് യു ബൈ ഈസി കുക്ക്. ഈസി കുക്ക് അടുക്കളയ്ക്ക് അലങ്കാരവും നിങ്ങൾ